ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ദ ഹീലിംഗ് ടച്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 4 ഏതാ? ദ ഹീലിംഗ് ടച്ച്. ഹീലിംഗ് ടച്ചിലെ ദ ഗിവിംഗ് ട്രീ എന്ന ചാപ്റ്റർ ആണ്. ഒരു പിക്ചർ സ്റ്റോറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോക്കിയാലോ, ദ ഗിവിംഗ് ട്രീ. ഗിവിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലേ, കൊടുക്കുന്ന മരം. അപ്പോൾ ആദ്യത്തെ പിക്ചർ സ്റ്റോറി നോക്കൂ. പിക്ചർ ഫസ്റ്റത്തെ ആണ് പറയാൻ പോകുന്നത്. Once there was a tree, there was a little boy too. Every day the boy would come to the tree. The tree was his intimate friend. ഒരിക്കലും ഒരിടത്തൊരു മരമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പയ്യൻ, ഒരു കുഞ്ഞു ബോയ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ ബോയ് ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരും. ആ ബോയ് ട്രീ ആ ബോയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഹി വുഡ് ഗ്യാദർ ഹെർ ലീവ്സ് ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ് ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ ഈ മരത്തിൻ്റെ ഇലകളെല്ലാം വെച്ചിട്ട് ഇതുപോലെ കിരീടം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി കളിക്കുമായിരുന്നു. ഞാനാണ് ഈ കാട്ടിലെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി കളിക്കുമായിരുന്നു. ചിത്രം 3 നോക്കൂ. ഈ കുട്ടി അതാ ആ മരത്തിൻ്റെ ചില്ലകളിൽ ഇങ്ങനെ തൂങ്ങി ആടി കളിക്കുന്നു അല്ലേ. അപ്പോൾ ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക് സ്വിങ്ങിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ് പ്ലക്ക് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. എന്ത് ചെയ്യുമായിരുന്നു? മരത്തിൻ്റെ ചില്ലകളിൽ ഇങ്ങനെ തൂങ്ങി ആടും, എന്നിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ വലിക്കും, എന്നിട്ട് അതൊക്കെ കഴിക്കും. നാലാമത്തെ ചിത്രം നോക്കൂ. ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. വെൻ ഹി വാസ് ടയേർഡ് ഹി വുഡ് സ്ലീപ്പ് ഇൻ ഹെർ ഷെയ്ഡ്. ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കും, ഒരു ഒളിച്ച് കളിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ ബോയ് ടയേർഡ് ആയി കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ തണലിൽ തന്നെ കടന്ന് ഉറങ്ങുമായിരുന്നു. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. ദ ട്രീ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഈ ബോയ് ഈ കുട്ടിയെ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിരുന്നു. ട്രീ ഭയങ്കര അതുകൊണ്ട് തന്നെ ട്രീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് കേട്ടോ. ടൈം വെൻ ബൈ. അപ്പോൾ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈ കുട്ടി വലിയ പയ്യനായി കേട്ടോ. ദ ബോയ് ഗ്രൂ അപ്പ്. ദ ട്രീ വാസ് ഓഫൺ അലോൺ. ഈ ബോയ് വളർന്ന് വലുതായി. നമ്മുടെ ഈ മരം ഒറ്റയ്ക്കാണപ്പോൾ. അങ്ങനെ വളർന്ന് വലുതായ പയ്യനായി അല്ലേ, ഇതുപോലെ ഒരു യങ് ആയിട്ടുള്ള ഒരാളായി മാറി. 7ാമത്തെ പിക്ചർ സ്റ്റോറിയാണ് പറയുന്നത്. വൺ ഡേ ഹി കെയിം ബാക്ക് ടു ദ ട്രീ. ഒരു ദിവസം അവൻ തിരിച്ചു വന്നു. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്, ഈറ്റ് മൈ ഫ്രൂട്ട്സ് ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്. ദ ട്രീ ടോൾഡ് ഹിം. അപ്പോൾ മരം പറയാണ്, വരൂ എൻ്റെ മരത്തിൽ, എൻ്റെ ട്രങ്കിൽ, ചില്ലകളിൽ പിടിച്ച് തൂങ്ങി കളിക്കൂ, എൻ്റെ പഴങ്ങളെ കഴിക്കൂ, എൻ്റെ ഷെയ്ഡിൽ കളിക്കൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഈ ബോയ് പറയും, ഐ എം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഞാനിപ്പോൾ വലുതായില്ലേ, കളിക്കാനൊന്നും പറ്റില്ല അല്ലേ. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം. ക്യാൻ യു ഗിവ് മീ സം മണി. എനിക്ക് നീ കുറച്ച് പൈസ തരാമോ എന്ന് ഈ ബോയ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മരം പറയും, ഐ എം സോറി, ഐ ഹാവ് നോ മണി. അയ്യോ സോറി, എൻ്റെ കയ്യിൽ പൈസയില്ല. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എൻ്റെ കയ്യിൽ ആകെ ഇലകളും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി. എൻ്റെ പഴങ്ങളെ എടുത്തിട്ട് സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോളൂ, എന്നിട്ട് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ മരം പറയും. ഹി ക്ലൈംബ്ഡ് അപ്പ്, ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരിഡ് ദം അവേ. ദ ട്രീ വാസ് ഹാപ്പി. അങ്ങനെ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറി അതിൽ പഴങ്ങളെല്ലാം വലിച്ചു. അതും കൊണ്ട് ഈ പയ്യൻ പോയി. ട്രീ അപ്പോൾ സന്തുഷ്ടയായി കേട്ടോ. ട്രീക്ക് സന്തോഷം തന്നെ ആയിരുന്നു. വൺ ഡേ ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ റിട്ടേൺ ആൻഡ് ദ ട്രീ ഷുക്ക് ഹെർ ലീവ്സ് വിത്ത് ദ ജോയ്. ഒരു ദിവസം ദ ബോയ്, ഇപ്പോൾ കുറച്ചു കാലം കൂടി കഴിഞ്ഞു, ബോയ് ഒരു മാനായി മാറി. അത്യാവശ്യം ഒരാളായിട്ടൊരു പ്രായമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി. അയാൾ തിരിച്ചു വരും. അപ്പോൾ സന്തോഷം കൊണ്ട് ഈ മരം ഇങ്ങനെ ആടും, ഇലയൊക്കെ വെച്ചിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ എന്നിട്ട് പറയും, കം ആൻഡ് പ്ലേ വിത്ത് മീ ക്രൈഡ് ദ ട്രീ. എൻ്റെ കൂടെ വന്ന് കളിക്കൂ എന്ന് പറയും മരം. അപ്പോൾ ഇയാൾ എന്താ പറയുക, ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ, ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എനിക്ക് കളിക്കാനൊന്നും സമയമില്ല, എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി പണിയെടുക്കണം. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, ക്യാൻ യു ഹെൽപ്പ് മീ. ഞങ്ങൾക്ക് വീട്, ഷെൽട്ടർ, അതായത് ഒരു കയറി കിടക്കാൻ ഒരു വീട് വേണം, അതിന് നിനക്ക് സഹായിക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പം മരം പറയും, ഐ ഹാവ് നോ ഹൗസ് ടു ഗിവ് യു. നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ വീടൊന്നുമില്ല. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. ഈ ഫോറസ്റ്റാണ് എൻ്റെ വീട്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഈ ചില്ലകളും ബ്രാഞ്ചസും ഒക്കെ കട്ട് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിനക്കൊരു വീട് വെക്കാം. സെറ്റ് ദ ട്രീ. മരം പറയും. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം അവേ. ഇത് കേട്ടപാടെ ഇയാൾ എന്ത് ചെയ്തു, കയറിപ്പോയി ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതും കൊണ്ടങ്ങ് പോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. അപ്പോഴും നമ്മുടെ മരം സന്തുഷ്ടയാണ്, എനിക്ക് അവനെ സഹായിക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം മരത്തിനുണ്ടായിരുന്നു. അടുത്ത ചിത്രം നോക്കൂ. 13ാമത്തെ പിക്ചർ സ്റ്റോറിയാണ്. എഗൈൻ ഹി സ്റ്റേഡ് അവേ ഫോർ എ ലോങ് ടൈം. കുറേ കാലം അയാൾ തിരിച്ചു വന്നില്ല കേട്ടോ.
പിന്നെ അയാൾ ഒരു ദിവസം തിരിച്ചു വന്നു. വെൻ ഹി കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി. അപ്പോഴും മരത്തിന് സന്തോഷം തന്നെയാണ്. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. പക്ഷെ മരത്തിന് വയസ്സായി, സംസാരിക്കാൻ അങ്ങനെ പറ്റണില്ല. കം ആൻഡ് പ്ലേ വിത്ത് മീ ദ ട്രീ വിസ്പേർഡ്. അപ്പോഴും മരം പറയും എൻ്റെ കൂടെ വന്ന് കളിക്കൂ. അപ്പോൾ ഇയാൾ പറയും ഐ എം ടു ഓൾഡ് ടു പ്ലേ. എനിക്ക് നല്ല വയസ്സായി, കളിക്കാൻ പറ്റില്ല. ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ. എനിക്കൊരു ബോട്ട് വേണം, എന്നെ ഇവിടെ നിന്നെല്ലാം അകലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ബോട്ട്. നിനക്ക് ക്യാൻ യു ഗിവ് മീ എ ബോട്ട്? എനിക്കൊരു ബോട്ട് തരാമോ? ദ മാൻ ആസ്ക്ഡ്. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. അപ്പോൾ എൻ്റെ ഈ തടി, ഈ മരത്തിൻ്റെ തടി ഉണ്ടല്ലോ, ഈ തടി വെച്ച് നീ ബോട്ട് ഉണ്ടാക്കിക്കോളൂ. യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി. നിനക്ക് അതിൽ ഒരുപാട് ദൂരം പോവാം, സന്തോഷമായിട്ടിരിക്കാം എന്ന് മരം പറയും. ഇത് കേൾക്കേണ്ട താമസം അടുത്ത ചിത്രം നോക്കുക. അയാൾ ആ മരത്തിന്റെ തടിയൊക്കെ വെട്ടി തലയിൽ വെച്ചിട്ട് പോണു അല്ലേ. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ മരത്തിന്റെ തടി അയാൾ വെട്ടുകയാണ്. ഹി വെൻ സെയിലിംഗ് ആൻഡ് നെവർ ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ കാലങ്ങൾ പിന്നീട് അയാൾ തിരിച്ചു വന്നേ ഇല്ല കേട്ടോ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇത് അടുത്ത ചിത്രം നോക്കുക. അയാൾക്ക് കുറച്ചുകൂടി വയസ്സായി അല്ലേ. കുറച്ചുകൂടി വയസ്സായി, ക്ഷീണിതനാണ് അയാൾ. മരവും അതേപോലെ തന്നെ. ആഫ്റ്റർ എ ലോങ് ടൈം, കാലങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നു. ഹി കെയിം ബാക്ക് എഗൈൻ. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു. അപ്പോൾ ഇയാളെ കണ്ടതും മരം പറയും എന്നോട് ക്ഷമിക്കണം, നിനക്ക് തരാൻ വേണ്ടി ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. എൻ്റെ പഴങ്ങളെല്ലാം പോയി. ദ ട്രീ സെഡ് സാഡ്ലി. അപ്പോൾ ട്രീക്ക് ഭയങ്കര സങ്കടത്തോടെ ട്രീ പറയും ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക് സെഡ് ദ മാൻ. അത് സാരമില്ല, എൻ്റെ പല്ലുകളും വീക്കായി എന്ന് ഈ മാൻ പറയും. അടുത്ത ചിത്രം നോക്കൂ, 17. ദർ ഇസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. എൻ്റെ ചില്ലകൾ, എനിക്കിപ്പോൾ ചില്ലകളില്ല. നീ ഒരിക്കൽ തൂങ്ങി ആടിയിട്ടുണ്ടായിരുന്ന ചില്ലകൾ ഇന്നില്ല എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും ഐ എം ടു ഓൾഡ് ടു ക്ലൈംബ്. എനിക്കും ഇപ്പം മരത്തിൽ കയറാൻ പറ്റില്ലല്ലോ, ഞാനും വയസ്സായില്ലേ എന്ന് ഇയാളും പറയും. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ്. എന്നോട് ക്ഷമിക്കണം, നിനക്ക് എന്തെങ്കിലും തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് എന്ന് മരം പറയും. മരം അത്ര പാവല്ലേ. മരം പറയണം നിനക്ക് ഇനി ഇപ്പോഴും എനിക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പക്ഷെ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് എൻ ഓൾഡ് സ്റ്റെം. ഇപ്പോൾ ഒരു മരക്കുറ്റി മാത്രമാണ് ഞാൻ. ദ ട്രീ വാസ് വെരി സാഡ്. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. അപ്പോൾ ഇയാൾ പറയും എനിക്കൊന്നും വേണ്ട, എനിക്കൊരു സ്ഥലം, ഒരു സമാധാനത്തോടെ കുറച്ച് നേരം വന്നിരിക്കാനുള്ളൊരു സ്ഥലമാണ് എനിക്ക് വേണ്ടത്, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ. ഐ എം വെരി ടയേർഡ് സെഡ് ദ മാൻ. ഞാനിപ്പോൾ വളരെ ക്ഷീണിതനാണെന്ന് ഇയാൾ പറയും. അപ്പം മരം പറയും പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. വരൂ, വന്ന് നീ റെസ്റ്റ് ചെയ്യൂ. അങ്ങനെ മരം വന്ന് ആ സ്റ്റമ്പിൻ്റെ ഇയാൾ വന്ന് ആ മരത്തിൻ്റെ കുറ്റി ഉണ്ടല്ലോ അതിന് മേലെ വന്ന് ഇരിക്കുകയാണ്. ദ മാൻ സാറ്റ് ഡൗൺ. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗെയിൻ. അപ്പം മരത്തിന് സന്തോഷമായി, മരം വീണ്ടും ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മോറലാണ് കിട്ടുക? നെവർ ഫർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് us അല്ലേ. നമ്മളെ ഹെൽപ്പ് ചെയ്തവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്തവരെയും ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഒരു മെസ്സേജാണ്, അതാണ് ഈ സ്റ്റോറിയുടെ മോറൽ പറയുന്നത്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഈസ് സൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. Answer. The title Giving Tree is suitable because the tree continuously gives everything it has to the boy throughout his life. The tree provides leaves, fruits, branches and even its trunk to make the boy happy. The story highlights the tree's selfless love and generosity, making the title fitting and meaningful. Activity 2, the tree invited the man to sit down and take rest on its stump. The man did so and started thinking about the tree. What would be his thoughts? അപ്പം മരം ഇയാളെ ക്ഷണിച്ചു, വന്ന് എൻ്റെ ഈ കുറ്റിയിൽ ഇരുന്നോളൂ എന്ന് പറയില്ലേ. അയാൾ അവിടെ വന്നിരിക്കും. അപ്പം എന്തായിരിക്കും അയാളുടെ ചിന്തകൾ? Answer. As I sit on the stump, I can't help but think about how much the tree has given me over the years. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മരം എനിക്ക് എന്തൊക്കെ തന്നു എന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു. ഫ്രം ദ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ടു ദ ബ്രാഞ്ചസ് ആൻഡ് ട്രങ്ക്. ഇലകളും പഴങ്ങളും അതിൻ്റെ ചില്ലകളും അതിൻ്റെ തടിയും വരെ അതെനിക്ക് തന്നു. ദ ട്രീ ഹാസ് ഓൾവേസ് ബീൻ ദർ ഫോർ മീ, പ്രൊവൈഡിങ് എവറിത്തിങ് ഐ നീഡഡ്. ഐ ഫീൽ എ ഡീപ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഇറ്റ്സ് അൺവേവറിംഗ് ജനറോസിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ്. അറ്റ് ദ സെയിം ടൈം ഐ റിഗ്രറ്റ് ടേക്കിംഗ് സോ മച്ച് വിതൗട്ട് ഗിവിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. അതിൽ നിന്ന് എല്ലാം ഞാൻ എടുത്തിട്ടേ ഉള്ളൂ, അതിന് തിരിച്ചൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ അയാൾ പശ്ചാത്തപിക്കുന്നുണ്ട്. The tree's sacrifices are an unconditional love have taught me the true meaning of friendship and giving. Now, as I rest on the stem, I realize how much the tree has meant to me and how much I owe it. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. നിങ്ങൾക്ക് കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. A boy comes to play with the tree every day. He enjoys the tree's company and loves to climb it. അത് ആദ്യം എഴുതുക. 2, as the boy grows older, he visits the tree less frequently.
3. One day he comes and asks the tree for money. അടുത്തത് the tree gives him some fruits to sell in the city. Next, he needs a house to live in. Next, the tree asks him to cut her branches. Years later, the man is in need of a boat to sail away. The tree offers its trunk to make a boat. The old man returns to the tree, now a stump. The tree says, please come sit down and take rest. അപ്പം അത്രയാണ് ഓർഡറിൽ നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 4 ആണ്. പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. അപ്പോൾ ഈ പപ്പറ്റ് ഷോയിൽ നമുക്ക് സീനുകൾ വരും. അപ്പോൾ ഇനി പറയാൻ പോണത് പപ്പറ്റ് ഷോ ആണ്. പപ്പറ്റ് ഷോയിൽ നമ്മൾ സീൻ 1, സീൻ 2, സീൻ 3, സീൻ 4 എന്ന് പറഞ്ഞിട്ടാണ് ആക്കുന്നത്. ഇത് എന്താണോ നമ്മൾ ഈ കഥയിൽ വായിച്ചത് അത് തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് പപ്പറ്റ് ഷോയിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്? ഒരു മരമുണ്ട്, ട്രീ ഉണ്ട്, ആ ബോയ് ഹു ഗ്രോസ് ഇൻ ടു എ മാൻ, അയാളിപ്പോൾ ഒരു വലിയ മനുഷ്യനായി വളർന്നു. പ്രോപ്പർട്ടീസ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഗ്രീൻ ലീവ്സ് വേണം, ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ് ആൻഡ് എ സ്റ്റംപ്, പപ്പറ്റ്സ് ഫോർ ദ ട്രീ ആൻഡ് ദ ബോയ് ഓർ മാൻ. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്ക്രിപ്റ്റ് എന്താ? സ്ക്രിപ്റ്റിൻ്റെ ഔട്ട്ലൈൻ ഇൻട്രൊഡക്ഷൻ ആണ്. നറേറ്റർ പറയണു once there was a tree and she loved a little boy. സീൻ 1. അപ്പോൾ ആദ്യത്തെ സീനിൽ ബോയ് പറയുകയാണ്, ഹലോ ട്രീ, ക്യാൻ ഐ പ്ലേ വിത്ത് യു? ട്രീ, കം ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക്, സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ് ആൻഡ് ഈറ്റ് മൈ ഫ്രൂട്ട്സ്. അപ്പോൾ ബോയ് വേഗം ക്ലൈംബ് ചെയ്യണു, ഊഞ്ഞാലാടുന്നു, പഴങ്ങൾ വലിച്ചു തിന്നണു, രണ്ടാളും ഹാപ്പിയായി. സീൻ 2. നറേറ്റർ, ടൈം വെന്റ് ബൈ ആൻഡ് ദ ബോയ് ഗ്രൂ അപ്പ്. കാലങ്ങൾ കഴിഞ്ഞു, ആ ബോയ് വളർന്ന് വലുതായി. മാൻ, ഐ നീഡ് മണി ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ, ക്യാൻ യു ഗീവ് മീ സം മണി? അപ്പോൾ അയാൾ എന്ത് ചെയ്തു? സാധനങ്ങൾ വാങ്ങാൻ പൈസ വേണം, പൈസ തരാൻ വേണ്ടി പറയൂ അല്ലേ മരത്തിനോട്. അപ്പം മരം, ഐ ഹാവ് നോ മണി ബട്ട് യു ക്യാൻ ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ നിനക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോയി വിൽക്കാം. മാൻ ടേക്സ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്, ട്രീ ഈസ് ഹാപ്പി. Scene 3. Narrator, the man returned after a long time. Man, I need a house for my family. Can you help me? Tree, you can cut off my branches and build a house. Man cut branches and leaves. Tree is happy. Scene 4. Narrator, the man returned again after many years. Man, I need a boat to sail far away. Can you give me a boat? Tree, you can use my trunk to build a boat. Man cuts trunks and leaves. Tree is happy. Scene 5. Narrator, the man returned one last time. Man, I'm old and tired. I need a place to rest. Tree, I'm just a stump, but you can sit and rest. Man sits on the stump, both are happy. Conclusion enda? Narrator, and so the tree was happy even as a stump because she could still give something to the boy she loved. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ചോദിച്ചാൽ, ഇത് നമ്മൾ എന്താണോ സ്റ്റോറിയിൽ വായിച്ചത് അവിടെ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അതൊരു പപ്പറ്റ് ഷോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു സീനായിട്ടാണല്ലോ ഷോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് സീനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.